അല്ലേ? അതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. നമുക്ക് ആ ഗായികയെ ക്ഷണിക്കാം. റിയാലിറ്റി ഷോയിലൂടെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഈ കുട്ടിയോട് ഒരടുപ്പം കൂടുതൽ തോന്നി. കാരണം നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ സലീം എന്ന് പറയുന്ന ഗായകന്റെ സംഗീത കുടുംബം നമുക്കറിയാം. എല്ലാവരും പാട്ടുകാരനാണ്. സലീജ് വലിയ ലീഡ് സിംഗർ ആയിരുന്നു. ഇപ്പോഴാണ് പാട്ട് നിർത്തിയത്. പാട്ട് നിർത്തിയിട്ടില്ലല്ലേ? മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വളർന്ന പാട്ടുകാരിയായിട്ട് കണ്ടു. അങ്ങനെ നമുക്ക് പ്രിയങ്കരായി മാറിയ മൈലാഞ്ചിയിലൂടെ ഫേമസ് ആയ കണ്ണൂർ സലീം ഫാമിലിയിൽ നിന്നുള്ള ബ്യൂട്ടിഫുൾ സിംഗർ. ലെറ്റ്സ് വെൽക്കം സജിലി സലീം. ഏതായാലും നമുക്ക് ആ ഗാനം കേൾക്കാം. വളരെ പ്രശസ്തമായ ഗാനം. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നത് ആ ഒരു പാട്ടുണ്ട്. സജിലിയെ സജിലിയാക്കി നിലനിർത്തിയ പ്രേക്ഷകരിലേക്ക് സ്വീകരണ മുറികളിലേക്ക് ക്ഷണിച്ചൊരു പാട്ടുണ്ട്. ഞാൻ പറയണ്ടല്ലോ. അതെ, എന്നെ ഏറ്റവും കൂടുതൽ മൈലാഞ്ചിയിലൂടെ പോപ്പുലർ ആക്കിയ സോങ് ആണ് ലൈല മജ്നു. യെസ്, അതിന്റെ രണ്ടുപേരും കൂടി കേൾക്കാം നമുക്ക് അല്ലേ? ഇഫ് യു ഡോണ്ട് മൈൻഡ്. താങ്ക് യു സോ മച്ച് സജിലി. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. വളരെയധികം സന്തോഷം. കുറേയധികം വലിയ വലിയ കലാകാരന്മാരെ കാണാനും കേൾക്കാനും സാധിച്ച് നിങ്ങളുടെ മുന്നിൽ എനിക്കും ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അള്ളാഹുവിനോട് സ്തുതി പറയാണ്. പിന്നെ ഈ ഒരു പ്രോഗ്രാം കഴിയുന്നവരെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഉണ്ടാവില്ലേ? ഒരു നല്ലൊരു കയ്യടി തന്നെ. മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന കാറ്റിലെ കണ്ടുവോ നീ ബൈത്തുകൾ മൂളുന്ന കാറ്റിലെ കണ്ടുവോ നീ ആമാരനെ ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ. മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യമിന്നാളോ, ആഹാ മംഗല്യമിന്നാളോ. മൈലാഞ്ചി കൈകളിൽ മലമുല്ല വള്ളികൾ ചെണ്ടുകൾ കാണുന്നല്ലോ, ആഹാ ചെണ്ടുകൾ കാണുന്നല്ലോ. മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യമിന്നാളോ, ആഹാ മംഗല്യമിന്നാളോ.
സജിലെ താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ സോങ്. അപ്പോൾ വീണ്ടും നല്ല പാട്ടുകളുമായിട്ട് സജിലെ എത്തുന്നത് കാത്തിരിക്കാം.